ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് കണ്ണപ്പ. വിഷ്ണു മഞ്ജു ടൈറ്റിൽ റോൾ ചെയ്യുന്ന ഈ സിനിമയെക്കുറിച്ച് മലയാളികൾ കൂടുതലായി അറിഞ്ഞത് ഒരുപക്ഷെ നമ്മുടെ ലാലേട്ടൻ ഇതിൻ്റെ ഭാഗമായ ശേഷമായിരിക്കും. ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി നായകൻ വിഷ്ണുവും അച്ഛൻ മോഹൻ ബാബുവും ഒക്കെ കേരളത്തിൽ വന്നതും അവർക്ക് ലാലേട്ടനോടുള്ള സ്നേഹമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. മോഹൻ ബാബു തെലുങ്കിലെ പഴയകാല സൂപ്പർ സ്റ്റാർ ആണെന്നും വിഷ്ണു അവിടെ യുവനിരയിൽ ശ്രദ്ധേയനായ ഒരു നടനാണെന്നൊക്കെ കുറേ പേർക്കറിയാം. എന്നാൽ വിഷ്ണുവിൻ്റെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തത് മലയാളത്തിലെ ഹിറ്റ് മേക്കറായ സംവിധായകനാണെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? ഒരു കാലത്ത് തെലുങ്ക് ബോക്സ് ഓഫീസിൽ അവിടുത്തെ സൂപ്പർ സ്റ്റാറിനോളം തന്നെ കളക്ഷൻ നേടിയ സിനിമകളുടെ നായകൻ നമ്മുടെ സുരേഷ് ഗോപിയായിരുന്നു. അതായത് നമ്മുടെ സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച ഇവിടുത്തെ മലയാളത്തിലെ പല സൂപ്പർ ഹിറ്റ് സിനിമകളും അവിടെ തെലുങ്കിൽ ഡബ്ബ് ചെയ്തിറക്കിയിരുന്നു. അതിൽ ഭൂരിഭാഗം സിനിമകളും സൂപ്പർ ഹിറ്റുമായിരുന്നു. ഇതിലെ മിക്ക സിനിമകളുടെയും സംവിധായകൻ ഷാജി കൈലാസ് ആയിരുന്നു. ബാലനടനായി തുടക്കം കുറിച്ച നടനാണ് വിഷ്ണു മഞ്ജു. വിഷ്ണു വലുതായ ശേഷം അദ്ദേഹത്തിൻ്റെ നായകനാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അച്ഛൻ മോഹൻ ബാബു പ്ലാൻ ചെയ്തപ്പോൾ സംവിധായകനായി തിരഞ്ഞെടുത്തത് തെലുങ്കിലെ ഒരു സംവിധായകനെയുമല്ല, അത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ഷാജി കൈലാസിനെയായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി. ഷാജി കൈലാസ് ആ സമയത്ത് മലയാളത്തിൽ നരസിംഹവും വെള്ളിയേട്ടനൊക്കെ ചെയ്ത് മലയാളത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള സംവിധായകരിൽ ഒരാളായി തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞു ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. അങ്ങനെ വിഷ്ണു മഞ്ജുവിനെയും ശില്പ ആനന്ദിനെയൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു എന്ന ചിത്രം ഷാജി കൈലാസ് ഒരുക്കി. സിനിമ അവിടെ സൂപ്പർ ഹിറ്റായി. നായകൻ വിഷ്ണു അവിടെ നായകനിരയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചു. എന്നാൽ ഷാജി കൈലാസ് അതിന് ശേഷം വേറെ തെലുങ്ക് സിനിമയൊന്നും സംവിധാനം ചെയ്തില്ല. അദ്ദേഹം 1-2 തമിഴ് സിനിമകൾ ചെയ്തു. പിന്നീട് അദ്ദേഹം തിരിച്ച് കേരളത്തിൽ വന്ന് നിറയെ മലയാള സിനിമകൾ ചെയ്തു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഉള്ളതായിരുന്നു കളി, ഇനി അങ്ങോട്ടുള്ളത് യുദ്ധമാണ്. രണ്ടിലൊരാൾ വീണാൽ മാത്രം തീരുന്ന യുദ്ധം. വിഷ്ണു അതിനുശേഷം ഒരുപാട് സിനിമകൾ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മിക്ക സിനിമകളിലും അച്ഛൻ മോഹൻ ബാബു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് റീമേക്ക് സിനിമകൾ വിഷ്ണു നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹിന്ദിയിലെയും മലയാളത്തിലെയൊക്കെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട സിനിമ നമ്മുടെ മലയാളത്തിലെ ഉദയപുരം സുൽത്താൻ, അതുപോലെ ചക്കിക്കൊത്ത ശങ്കരൻ, ഇതിൻ്റെയൊക്കെ റീമേക്ക്, തെലുങ്ക് റീമേക്കിൽ നായകനായിട്ട് അഭിനയിച്ചത് വിഷ്ണുവാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയൊരു സംവിധായകനായ നമ്മുടെ മലയാളികൾക്ക് കൂടി പ്രിയങ്കരനായ രാം ഗോപാൽ വർമ്മ 2-3 സിനിമകൾ വിഷ്ണുവിനെ നായകനാക്കി ഒരുക്കിയിട്ടുണ്ട്. കരിയറിൽ ഒരുപാട് ഹിറ്റുകൾ സ്വന്തമായിട്ടുള്ള നടനാണ് വിഷ്ണു. എന്നാൽ ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ ചില സിനിമകളൊന്നും അത്ര വലിയ വിജയങ്ങളായി മാറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഇടവേള എടുത്ത് തിരിച്ചുവരവിന് ഒരുങ്ങുന്ന സിനിമയാണ് കണ്ണപ്പ. ഇതുവരെ വിഷ്ണു അഭിനയിച്ച സിനിമകളെക്കാളും എല്ലാം ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് കണ്ണപ്പ. നായകവേഷത്തോടൊപ്പം വിഷ്ണു തന്നെയാണ് ഇതിൻ്റെ തിരക്കഥയും രചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം സ്റ്റീഫൻ ദേവസിയാണ്. പിന്നെ 70കൾ മുതൽ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു നടനാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ മോഹൻ ബാബു. അദ്ദേഹത്തോടുള്ള അടുപ്പം കൊണ്ട് തന്നെയാണ് നമ്മുടെ ലാലേട്ടനും പ്രഭാസും അക്ഷയ് കുമാറും ഒക്കെ ഈ സിനിമയുടെ ഭാഗമായത്. അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ളവിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? ശിവായെന്ന് നീ മനസ്സുരുകി വിളിക്കേ. ദേവിയെ പോലെ ഞാനും ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വിഷ്ണു മഞ്ജുവിൻ്റെ സഹോദരി ലക്ഷ്മി മഞ്ജുവിനെ നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ മോൺസ്റ്റർ സിനിമയിൽ ഹണി റോസിനോടൊപ്പം വില്ലത്തി വേഷം ചെയ്തത് ലക്ഷ്മിയാണ്. അതുപോലെ വിഷ്ണുവിൻ്റെ അനിയൻ മഞ്ജു മനോജിനെയും നമ്മൾ പല തെലുങ്ക് സിനിമകളും കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് ഗരുഡൻ എന്ന നമ്മുടെ ഉണ്ണിമൂന്തൻ അഭിനയിച്ച തമിഴ് സിനിമയുടെ തെലുങ്ക് റീമേക്കിൽ ഒരു പ്രധാന വേഷം ചെയ്തത് മനോജാണ്. എമ്പുരാനും തുടരുമിന് ശേഷം റിലീസ് ചെയ്യുന്ന മോഹൻലാൽ സിനിമ എന്ന രീതിയിൽ സിനിമാ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കണ്ണപ്പ. അപ്പോൾ ജൂൺ 27-നാണ് സിനിമ ഓൾ വേൾഡ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ ജൂൺ 27-ന് തന്നെ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം നമ്മളോട് പറയാം.